ഗോൾഡൻ ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെ ചർച്ചകൾ വരാറുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയുണ്ടല്ലോ, ഈ അടിയും ഫൈറ്റ്സ്, സോങ്സ്, പ്രേമം ഒക്കെയുള്ള കംപ്ലീറ്റ് പാക്കേജ് സിനിമകൾ. അതിനപ്പുറത്ത് വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കഥയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്യുന്ന വളരെ കണ്ടന്റ്ഫുൾ ആയിട്ടുള്ള സിനിമകളുണ്ട്. പലപ്പോഴും ഈ അവാർഡ് നിർണ്ണയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടേ ആളുകൾ ഈ കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ അതിൽ അങ്ങനെ ചെയ്യാനൊന്നുമില്ല, മറ്റേ സ്ഥലത്താണ് ചെയ്യാനുള്ളത് എന്നൊക്കെ പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സിനിമയുടെ അകത്ത് കുട്ടേട്ടൻ വിജയരാഘവൻ ചേട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പൂമരത്തിലെ വിജയരാഘവൻ ചേട്ടൻ്റെ പ്രകടനത്തിന് ഒരു സപ്പോർട്ടിംഗ് ആക്ടറുടെ അവാർഡാണ് കൊടുത്തത്. ജവാനിലെ ഷാരൂഖ് ഖാൻ്റെ വേഷത്തിന് മികച്ച നടനും കൊടുക്കുന്നു. അപ്പോൾ ശരിക്കും ആസ് ആൻ ആക്ടർ ഈ കൊമേഴ്ഷ്യൽ സിനിമയിലെ നായകനാവുന്നതും അല്ലെങ്കിൽ പല പല കാലഘട്ടങ്ങളൊക്കെ അഭിനയിക്കുന്ന ഒരു റോള് ചെയ്യുന്നതിനും ഇതിനെ ഏതാ ബുദ്ധിമുട്ട്? എങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്? എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് അഭിനയിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, നിങ്ങൾ എത്ര സിമ്പിളായിട്ടാണ് അത് എത്ര നാച്ചുറലായിട്ടാണ് ചെയ്തു പോകണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യുന്നത്. എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൻ ഒരു പാസിംഗ് ആണെങ്കിൽ പോലും ഗോലയുടെ ഡയലോഗ് ഒന്നുമില്ല, അവിടെ നിന്ന് പാസ് ചെയ്ത് പോകണേ ഫ്രെയിമിൽ കൂടി അങ്ങനെ പറഞ്ഞാൽ പോലും ആ പാസിംഗ് പോലും പാസ് ചെയ്ത് പോകാൻ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഭിനയിക്കാൻ. ഒരു എൻ്റെ കൈ മാത്രമേ ഉള്ളൂ, ആ ഫോൺ എടുക്കുന്ന കൈയുടെ ക്ലോസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും അത് ചെയ്യാൻ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്നല്ല, എനിക്ക് അഭിനയിക്കാൻ ഈസി അല്ല. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ക്യാരക്ടറായാലും അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് എൻ്റെ പരിമിതമായ അനുഭവം കൊണ്ട് എനിക്ക് പറയാനുള്ളത്. വളരെ ചെറിയ കാലത്തെ അനുഭവം മാത്രമേ ഉള്ളൂ സിനിമ ആക്ടിങ്ങിൽ. അപ്പം ഇപ്പോൾ പൂമരത്തിലെ ക്യാരക്ടർ അഭിനയിക്കാനാണോ ബുദ്ധിമുട്ട്, ഈ ക്യാരക്ടർ അഭിനയിക്കാനാണോ ബുദ്ധിമുട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ പേഴ്സണലി എൻ്റെ അഭിപ്രായം എന്തഭിനയിക്കാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ ചോദിക്കുമ്പോൾ പൂമരത്തിലെ ക്യാരക്ടർ അഭിനയിക്കാനല്ലേ ബുദ്ധിമുട്ട്, മറ്റേ സിനിമയിലെ ഭയങ്കര ഫ്രീ ആയിട്ട് കുറച്ചും കൂടി നമ്മൾ ഇളകി ചെയ്യാന്നൊക്കെ പറഞ്ഞ രീതിയിൽ ചെയ്യാന്നൊക്കെ ചെയ്യുന്നത് അതല്ലേ അത് എളുപ്പമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കെല്ലാം ബുദ്ധിമുട്ടാണ്. നമ്മുടെ പോലീസ് സ്റ്റോറീസ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പലപ്പോഴും ഓഡിയൻസിലേക്ക് കണക്റ്റ് ആവുന്നത് അതിൻ്റെ ഒരു ഇമോഷണൽ എലമെൻ്റ് കൂടി ആളുകളിലേക്ക് എത്തുമ്പോഴാണ്. പക്ഷേ മെമ്മറീസ് എടുക്കുന്നു. അപ്പോൾ അയാൾക്കൊരു ഭയങ്കര വിഷമമുള്ള ഒരു പാസ്റ്റ് ഉണ്ട്, വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു ഭൂതകാലമുണ്ട്. ഈവൻ വില്ലൻ്റെ ബാക്ക് സ്റ്റോറിക്ക് പോലും അയാൾക്ക് അയാളുടേതായ വിഷമങ്ങളുണ്ട്. ഇതുമായിട്ട് ഓഡിയൻസ് പെട്ടെന്ന് കണക്ട് ആകുമ്പോൾ ആ സിനിമയുമായിട്ട് നമുക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ അത്രയും ഉദ്യോഗജനകമാവുന്നത്. കേസ് ഡയറിയുടെ അവസ്ഥ എങ്ങനെയാണ്, സ്പോയിലേഴ്സ് ഇല്ലാതെ പറയുകയാണെങ്കിൽ? കേസ് ഡയറി ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ വന്നിട്ട് അതാ പറഞ്ഞ ഇദ്ദേഹം ഒരു സെന്റിമെന്റ്സിൽ ഒരു പരിപാടിയാണ്. സെന്റിമെന്റ്സും ഉണ്ട്, ആക്ഷൻ ഉണ്ട്. കാരണം അദ്ദേഹത്തിന് അത് കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിന്റെ ഒരു സംഭവത്തിലാണ് ക്രിസ്റ്റി സാം എന്ന് പറഞ്ഞ കഥാപാത്രം വരുന്നത്. അത് നമ്മൾ മെമ്മറീസോ മറ്റു പടങ്ങളായിട്ട് ഒരു പടമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരു സിനിമയായിട്ട്. ഇപ്പൊ ഈ സിനിമ കേസ് ഡയറി എന്ന് പറഞ്ഞ സിനിമ കേസ് ഡയറിയാണ്. അപ്പൊ ഇതിന്റെ എലമെന്റും കാര്യങ്ങളും അത് വേറെ റൂട്ടിലാണ് പോകുന്നത്. മെമ്മറീസ് എന്ന് പറഞ്ഞാൽ അത് വേറെ റൂട്ടുകളാണ് എല്ലാ സിനിമകളും അല്ലെ. ഇവനെല്ലാം നമ്മൾ വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയാണ് എല്ലാവരും. ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും പി സുകുമാർ സാറ് ഇത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹമാണ് കൂടുതൽ ഫൈറ്റ് കാര്യങ്ങൾക്ക് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. പുള്ളി മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്നെ ഇപ്പോൾ പോലീസ് ഓഫീസറായിട്ട് ഞാൻ ഫസ്റ്റ് നിൽക്കുമ്പോൾ എന്നോട് രാഷ്ട്രീയ ഇങ്ങനെ വന്നു, ഇതാണ് ലുക്ക് ഇത് കാരണം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. നമുക്കൊരു ഗുരുതുല്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ ചെല്ലുമ്പോൾ ഗുരുക്കന്മാരുണ്ടാവില്ല. ഒരു ഗുരു മാത്രമല്ലല്ലോ അല്ലെ. നമുക്ക് പറയുന്ന നമ്മുടെ ഓരോ സിനിമ അഭിനയിക്കുന്ന ഡയറക്ടറാണെങ്കിലും നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരും എല്ലാവരും ഗുരുക്കന്മാരാണ്. നമ്മളിപ്പോ കുഞ്ഞുനാളിലൂടെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഒരു ഗുരു ഉണ്ടാകും, സെക്കൻഡ് ക്ലാസ് അടുത്തടുത്തിട്ട് ഗുരുക്കന്മാരിങ്ങനെ വന്നു. നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വന്നിരിക്കില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ആണ് നമ്മളിങ്ങനെ ഇത് സംഭവം ചെയ്തത്. ഇതിന് ഏറ്റവും വലിയ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമുക്ക് പ്രൊഡ്യൂസറാണ് ഏറ്റവും വലുത്. അദ്ദേഹം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ പടം ഇങ്ങനെ ആയത്. കെ അബ്ദുൽ നാസർ സാറാണ്, ഡെൻസി പ്രൊഡക്ഷൻസ് ആണ് എൻ്റെ 4ാമത്തെ സിനിമയാണ്. കാരണം അദ്ദേഹം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെനിക്ക് വഴിയൊരുക്കി തന്ന വഴികളിൽ ഞാൻ സഞ്ചരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ ഗോകുൽജിയുടെ കൂടെ ഞാൻ 2ാമത്തെ സിനിമ ഞങ്ങൾ ഒരുമിച്ച് ബെസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ പറയാം, മറ്റു പടങ്ങൾ നമ്മൾ ഒരു പടവും കമ്പയർ ചെയ്യാൻ പറ്റും. മമ്മൂക്ക ചെയ്ത പടങ്ങൾ, ഇൻസ്പെക്ടർ ആവുന്ന അതൊക്കെ വേറെ വേറെ വിജയമാണ്. അത് വേറെ ലെവല്. സുരേഷ് ഗോപി സാറ് ചെയ്ത വെച്ച പോലീസ് വേഷങ്ങൾ, ലാലേട്ടൻ ചെയ്ത വേഷങ്ങൾ ഒക്കെ വേറെ. നമ്മൾ പുതിയതായിട്ട് ടൊവിനോ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, എല്ലാവരും ദിലീപേട്ടനൊക്കെ എല്ലാവരും പോലീസ് വേഷങ്ങൾ. അപ്പൊ അവരുടെ സ്റ്റൈലുകളിൽ അവർ ചെയ്തു. ഞാൻ എൻ്റെ സ്റ്റൈലിലൊന്നും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കുറെ സെന്റിമെന്റ്സ് സംഭവം ഉണ്ട്. അതിന് വേണ്ടിയാണ് ഇയാൾ വന്നേക്കുന്നത്. അതാണ് പറയാൻ പറ്റത്തില്ലടാ. ത്രില്ലറിനൊക്കെ ആളുകൾ ഇപ്പൊ റേറ്റ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലിലേക്ക് നോക്കാൻ തോന്നരുത്. തിയേറ്ററിലാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ. ഇപ്പോൾ
അത് ആദ്യം തൊട്ട് ഇങ്ങനെ ത്രില്ല് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് അത് സാധ്യമാവുള്ളൂ. ഇപ്പം ഇടയ്ക്കെങ്കിലും ഒരു പാട്ട് വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ നേരെ ഫോണിലേക്ക് പോവുകയും പിന്നെ അവിടെ ഇരുന്ന് റീലുകൾ കാണുന്ന ആളുകൾ വരുന്നുണ്ട് തിയേറ്ററിനകത്ത്. കേസ് ഡയറിയുടെ അവസ്ഥ എങ്ങനെയാണ് ആ വിധത്തെ നോക്കുകയാണെങ്കിൽ? കേസ് ഡയറിയുടേത് ഞാൻ ഫുൾ പടം കണ്ടിട്ടില്ല. പിന്നെ ഒന്നാമത് നമ്മുടെ ഇപ്പോഴത്തെ പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആദ്യത്തെ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാവരും ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അടുത്തത് എന്താ വരാൻ പോകുന്നതെന്ന് വരെ ചിലർ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇന്നിപ്പോ ഒരു സിനിമ ഇറങ്ങിയ ഒരു 2 മണിക്കൂറിന് ശേഷം അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആവും. പക്ഷെ ഈ ഒരു സിനിമ ഞാൻ തന്നെ ഫുള്ളായിട്ട് എന്താ പറയാ അഷ്കർക്കാരുടെ റോളുടെ ടൈമിലൊന്നും ഞാൻ ഇല്ല. കോമ്പിനേഷൻ ഞങ്ങൾ പക്ഷെ ഫസ്റ്റ് ആ ഒരു ഇതില് ഫസ്റ്റ് കാലഘട്ടത്തിലാണ് ഞങ്ങൾ കോമ്പിനേഷൻ ഉള്ളത്. പക്ഷെ അത് സെക്കൻഡിലുണ്ട്. പക്ഷെ അത് കേസ് അന്വേഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ കൂടുതലും എന്താ പറയാ ഈ ഒരു കോളേജ് കാലഘട്ടം അപ്പൊ അതിനെ പറ്റി എനിക്ക് കൂടുതൽ ഇതില് ഫുൾ ടൈറ്റ് ആയിട്ട് പോകുന്നതാണോന്ന് ചോദിക്കാം. കുറ്റാന്വേഷണം മാത്രമേ സോങ് ഉണ്ട്, റൊമാൻസ് പോകുന്നുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു പരിപാടിയാണ് നമ്മളോ അല്ലെ. നമ്മളല്ലാതെ ഫുള്ള് കുറ്റാന്വേഷണം മാത്രമല്ല, ഇത് കുറെ എലമെന്റുകൾ ചേർത്തിട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇപ്പൊ കുറ്റാന്വേഷണം മാത്രം വിജയിപ്പിച്ച ഒരുപാട് പടം ഏറ്റവും കൂടുതൽ മമ്മൂക്കായിരിക്കും. പാട്ടില്ല, പരിപാടികളൊന്നും സെന്റിമെന്റ്സും നല്ല ഇമോഷൻസ്, പ്രണയം, എല്ലാ കാര്യങ്ങളും നമ്മുടെ മലയാള സിനിമയുടെ ഒരു ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ. എല്ലാം കൂടി ഉണ്ടാവുമല്ലോ നമ്മുടെ സിനിമകളിൽ. പാട്ടുണ്ടാവും, റൊമാൻസ് ഉണ്ടാവും, അമ്മയോടുള്ളതുണ്ടാവും, അങ്ങനെയുള്ള ഫ്ലേവേഴ്സും സിനിമയിലുണ്ട്. അല്ലാതെ പ്യൂർലി ഒരു മാത്രമല്ല, ഇൻവെസ്റ്റിഗേഷൻ മൂഡിലല്ല. മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറ്റാന്വേഷണ സിനിമ, ഏറ്റവും സ്വാധീനിച്ച കുറ്റാന്വേഷണ സിനിമ ഏതാ? കുറ്റാന്വേഷണ പടങ്ങളിൽ ഓരോ തരത്തിലാണ് കണക്ട് ആവുന്നത്. ഇപ്പൊ ദൃശ്യം നമുക്ക് കുറച്ച് ഇമോഷണലി കണക്ട് ആവും. അയ്യോ, നമുക്ക് വീടിന് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും ഒരു പരിപാടി. അതേസമയം നമ്മുടെ ഇപ്പൊ ചിന്താമണി കൊലക്കേസ് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ എന്നെ പേഴ്സണലി എന്നെ ത്രില്ലടിപ്പിച്ചിരുന്നത് ഇദ്ദേഹം എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഡിറ്റക്റ്റീവ് രണ്ടും ഇങ്ങനത്തെ പടങ്ങളാണെങ്കിലും രണ്ട് സിനിമയിലും ഇമോഷൻസ് വേറെയാണ്. ഒരെണ്ണത്തിൽ ഭയങ്കര അയാൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക, മറ്റു നമുക്ക് അയ്യോ എങ്ങനെയെങ്കിലും ഇയാളൊന്ന് ഊരിക്കൊണ്ട് പോന്നാൽ മതിയായിരുന്നു ദൃശ്യം കാണുമ്പോ. അപ്പൊ അങ്ങനെയാണ്. ദൃശ്യം കുറ്റാന്വേഷണ സിനിമ അല്ല. ഇപ്പൊ CBI ഡയറക്കുറിപ്പിന്റെ ആദ്യത്തെ അത് കാണുമ്പോ കൊള്ളാലെ. അത് ആ സിനിമ എനിക്ക് ഇമോഷണലിനേക്കാളും കൂടുതൽ കണക്ട് ആയത് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറും അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് ആണ് ത്രില്ലടിപ്പിച്ചത്. വേറെ സിനിമകളിൽ ഇമോഷനാണ്, വേറെ ഇമോഷൻ, അതായത് ഫാമിലി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ. ഇതിനകത്ത് ഏതാണ് ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് പറയാൻ. ഒരു ചോയ്സ് പറയാൻ എളുപ്പമല്ല. ആഷ്കറിന് ഏതാണ്? ഞാൻ ഫസ്റ്റ് കണ്ട ജാഗ്രതയാണ്. ജാഗ്രത സ്റ്റാർട്ട് ചെയ്തത് എസ് എൻ സ്വാമി സാറും അവർ സ്റ്റാർട്ട് ചെയ്ത് ജാഗ്രത എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. CBI അങ്ങനെയല്ലേ പോയി. അതാ പറഞ്ഞത്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എല്ലാം ഒരു പല സ്റ്റൈലല്ലേ. ഇപ്പൊ CBIയില് അദ്ദേഹത്തിന്റെ ജോലിയുടെ കമ്മിറ്റ്മെന്റ് അല്ലേ, ഇത് കണ്ടെത്തി ബ്രില്യൻസ് തെളിയിക്കണം, അതാണ് അതിന്. ജാഗ്രത എല്ലാം അങ്ങനെ തന്നെ. ചിന്താമണി കൊലക്കേസും ഇത് പറഞ്ഞ പോലെ അങ്ങനെ കുറ്റാന്വേഷണം. ഇപ്പൊ എനിക്ക് ചാക്കോച്ചൻ ചെയ്ത ഒരു 5-ാം മതില് അല്ലല്ലേ, ഇപ്പൊ ഒരു അത് വേറെ കൊലപാതകം. അതിനു മുമ്പ് നമ്മുടെ ഷറഫുദ്ദീൻ അഭിനയിച്ച ഷറഫുദ്ദീൻ നെഗറ്റീവ് റോൾ ചെയ്ത് അത് വേറെ നല്ല രീതിയിലാണ് പോകുന്ന സിനിമ. അത് സെന്റിമെന്റ്സ്, ഇത് കണ്ടെത്തണം, പിന്നെ അത് കണ്ടെത്തിക്കണം. പോലീസ് ഓഫീസറുടെ കുറെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന സിനിമകളുണ്ട്. അവർക്ക് ഇത് കണ്ടെത്തിയാലേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. മേലുദ്യോഗസ്ഥങ്ങൾ അവരെ കൊല വിളിച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങളുണ്ട്, സിനിമകളുണ്ട്. ഏത് പടത്തിന്റെ പേര് പറയും? കേസ് ഡയറിയുടെ കാര്യം പറയണം. അങ്ങനെ ഒരു സിനിമയുണ്ടോ? ഇല്ല, ഇവര് പറഞ്ഞ ഉത്തരം തന്നെയായിരിക്കും എനിക്ക് ഉണ്ടാവുക. ഓരോ മൂവിക്കും ഓരോ ഇമോഷൻസ് അല്ലേ. അപ്പം നമുക്ക് ഇന്നത് എന്ന് പറഞ്ഞ് പിക്ക് ചെയ്യാനായിട്ട് നമുക്ക് നമ്മളൊരു സിനിമ കാണുമ്പോ ഫുൾ നമ്മളത് ഡെഡിക്കേറ്റ് ചെയ്ത് ആ ഒരു ഇതിലേക്ക് ഫുൾ അർപ്പിച്ച് കാണും. എനിക്ക് ചില നേരം ചില വില്ലന്മാരൊക്കെ ഇവനൊക്കെ കൈ കിട്ടിയാലുണ്ടല്ലോ എന്നുള്ള ഒരു സിറ്റുവേഷൻ, അങ്ങനെയും ആഴത്തിൽ ഇറങ്ങിയ സിനിമ കാണുന്ന ഒരാളാണ്. ലാസ്റ്റ് ഇവനെ മറ്റേ പൊട്ടി ബോംബിട്ടത് അവനത് തന്നെ വേണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അവൻ കേൾക്കണ്ട. അല്ല, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മൾ പ്രേക്ഷകർ എങ്ങനെയാണ്, നമ്മൾ ഇൻവോൾവ് ആയി പോലും, നമ്മൾ അതിലേക്ക് മുഴുകി പോലും. ഇപ്പൊ മമ്മൂക്കയുടെ പടങ്ങളാണെങ്കിലും നമ്മൾ ഞാൻ കരയും, ഞാൻ തിയേറ്ററിൽ നിന്നാലും കരയും.
നമുക്ക് ഇമോഷൻസ് വരണം, അതിനല്ലേ ഓരോരുത്തർ ഇത് ചെയ്യുന്നത്. സിനിമ ഏത് മമ്മൂക്ക പ്രകടനം കണ്ട കുറെ കരഞ്ഞത്? വാത്സല്യം. അത് തിയേറ്ററിലാണോ കണ്ടത്? അന്ന് ഞാൻ ടി വിയിലാണ് വാത്സല്യം, കുഞ്ഞായിരുന്നു. സുഹൃതം കണ്ടിട്ട് കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ പടം അമരമൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരും കൂടെ പോയി കണ്ടത്. പുള്ളിയുടെ കാര്യം സൂര്യമാനസം, എൻ്റെ അതായത് മമ്മൂക്കയുടെ ഉമ്മായും പാപ്പായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ടു സൂര്യമാനസം. ഇത് നമ്മുടെ കരയുടെ പടങ്ങൾ കരയില്ല. ആരട്ടിന്റെ പടം എത്ര സമയം കണ്ടത്, അത് കുറെ പടങ്ങൾ കണ്ടിട്ട് കരഞ്ഞിട്ട്. മറ്റേ കുട്ടിയെ ദത്തെടുക്കുന്ന പടമില്ലേ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ദശരഥം മൂവി കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാ സിനിമ ചിരിക്കാൻ, രാജമാണിക്ക് കണ്ട് ഞാനും ദുൽഖറും കൂടെ ഒരുമിച്ച് പോയി കണ്ട്. ദുൽഖർ പൊരിഞ്ഞ് ചിരി, ഞാനും ഇരുന്ന് ഞാൻ എത്ര പ്രാവശ്യം കണ്ടു. നമ്മൾ കഥ പറയുമ്പോൾ കാണുന്ന സമയത്ത് മമ്മൂക്കയുടെ അവസാനത്തെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ആ സ്റ്റേജിൽ നിന്നും കഥ പറയുമ്പോ അത് എല്ലാവർക്കും ഓരോ മൂവിക്ക് ഓരോ ഇമോഷൻസ് ആണ്. ഈ ഇപ്പൊ എ.കെ. സന്തോഷിന്റെ ഒരു റൈറ്റിംഗിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പൊ സ്റ്റോപ്പ് വയലൻസ് ഉൾപ്പെടെ ഉള്ള സ്ഥലത്ത് ഈ ക്രൈം വേൾഡിൽ ഭയങ്കര ഒതന്റിസിറ്റി, ഭയങ്കര കൃത്യതയാണ് പുള്ളിക്ക്. അതിന്റെ എഴുത്തിലും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ക്രിമിനൽസ് ചിന്തിക്കുക, അവരുടെ അതിലുള്ള രൂപം, സെറ്റിംഗ്, ആംബിയൻസ് ഒക്കെ. ഇപ്പൊ ഗസേറിലും എഴുത്ത് എന്നുള്ള രീതിയിലൊക്കെ സന്തോഷമുണ്ടല്ലോ. അപ്പൊ ആ ഒരു റൈറ്റിംഗ് എങ്ങനെയുണ്ട് ഈ സിനിമയുടെ? സാറിന്റെ ഡയലോഗ്സും സാറിന്റെ പ്രസന്റേഷനും വേറെ മൂഡാണ്. കാരണം അവര് കുറെ ക്രൈം ത്രില്ലേഴ്സ് പടങ്ങൾ, അല്ലെ കുറ്റാന്വേഷണ പടങ്ങൾ ചെയ്ത് വെച്ച്, ക്രൈം സ്റ്റോറിയൊക്കെ ചെയ്ത് വെച്ച് കെ സന്തോഷിന്റെ സാഹചര്യം. അപ്പൊ അവരുടെ ഒരു പാറ്റേൺ ഉണ്ടാവില്ല. അവർക്കറിയാമല്ലോ ഇത് എങ്ങനെയാണ് ഈ സാധനം എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ ക്യാരക്ടേഴ്സിന്റെ നെയിംസ് എങ്ങനെ വെക്കണം. എന്റെ ക്രിസ്റ്റി സാം എന്നാണ് എന്റെ പേര്. എന്റെ ഫാദറിന്റെ പേര് സാം ക്രിസ്റ്റി. അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും വ്ളാഡിമർ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പേര്. മീൻസ് നിങ്ങൾ പറഞ്ഞ ഇതിലുണ്ട്, അത് വേറെ. അപ്പൊ അങ്ങനെ ഡയലോഗ് പ്രസന്റേഷൻ. റിയാസ് ഖാനിക്കാനുണ്ട്. റിയാസ് ഖാനിക്കാരുടെ പേര് പഠിച്ച പൊട്ടൊന്നൊരു പേരാണ്. റിയാസ് ഖാനിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഭയങ്കര ഒരു വലിയ പേരാണ്. സാക്ഷിയുടെ പേരെന്താ? സാക്ഷി ബാനു എന്ന് പറഞ്ഞു. അതൊക്കെ ചെറിയ പേര്. അത് കഴിഞ്ഞ് കേറി കഴിഞ്ഞപ്പോ പേരുകൾ മാറി. റിയാസ് ഖാനൊക്കെ വരുന്നു, വേറെ സ്ഥലത്ത് നിന്ന് വരുന്നു. ഇതിൽ ബാലയുണ്ട്, കുറെ നല്ല നല്ല കഥാപാത്രങ്ങൾ. എല്ലാവർക്കും നല്ല നല്ല സിനിമ തിയേറ്ററിലെത്തട്ടെ. അത് പ്രേക്ഷകർക്കും ഈ പറഞ്ഞ പോലെ കേസ് ഡയറിയുമായി ബന്ധപ്പെട്ട പേരുകളുള്ള സിനിമകൾ തന്നെ ആളുകളെ ഈ പറഞ്ഞ സസ്പെൻസിലൊക്കെ നിർത്തിയിട്ടുണ്ട്. മെട്രോ അൽവാരിസ് മെട്രോ ഭയങ്കര പേരാ. കമ്പനിയുടെ പേരാണോ? മെട്രോ അൽവാരിസ് എന്താ സാധനം, നല്ല ടൈറ്റ്, നല്ല പേരാണ്. അത് പറഞ്ഞു എന്റെ നാക്ക് നമ്മുടെ ഇപ്പൊ ഈ ലെജൻസില്ലേ, ഇപ്പൊ പി സുകുമാർ സാറിനൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇവർ ആ പടം എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, എങ്ങനെയായിരിക്കും അതിന് വേണ്ടിയിട്ട് ഒരു തോട്ട് പ്രോസസ് പോയിട്ടുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഒരു കാര്യം വരില്ല. പക്ഷെ നമ്മൾ അവർ അത്ര അടുത്തിട്ട് നമുക്ക് അത്ര അങ്ങനെ ചോദിക്കാനും പറ്റില്ല. ഗോകുലിന് എങ്ങനെയായിരുന്നു അതിന്? ആദ്യത്തെ ദിവസം ഉച്ചവരെ ചോദിക്കാൻ പറ്റില്ല. ഉച്ചയപ്പോ ചോദിച്ചു തുടങ്ങി. കാരണം അദ്ദേഹം അത്ര സിമ്പിളാ. കാര്യം നമ്മൾ പി സുകുമാരനെ കണ്ടിട്ടുണ്ട്, വലുപ്പമുള്ള ഒരാള്. ഇത്രയും വലിയ പടങ്ങൾ ഇത് ഷാജി കലാ സാറിന്റെ കൂടെ, ആറാം തമ്പുരാൻ, 2020, പകല്, അഴകരാവൺ, അങ്ങനെയുള്ള അത്ര എല്ലാം വലിയ പരിപാടികള്. അപ്പൊ അത്രയാളുടെ അവിടെ ചെയ്തിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫോട്ടോസിലൊക്കെ. അപ്പൊ ഇദ്ദേഹം അദ്ദേഹം ടഫായിരിക്കും എന്നുള്ളൊരു ധാരണയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ചെന്ന് ആദ്യ ദിവസം ചെന്ന് രാവിലെ സാറേ ഗുഡ് മോർണിംഗ്. അപ്പോൾ സാറ് ഇരിക്കണം, ഗുഡ് മോർണിംഗ്, ഉടുപ്പ് മാറിയിട്ട് വന്ന് ഉടുപ്പൊക്കെ മാറിയിട്ട് അന്ന് എന്നെ വെച്ച് തുടങ്ങണത്. ഞാൻ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പരിപാടിയൊക്കെ തുടങ്ങി. ഓക്കെയാണ് സാർ, കുഴപ്പമൊന്നുമില്ല. ആസ് ആൻ ആക്ടർ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയി. സാറ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നു പരിപാടി എന്നൊക്കെ ഓക്കെയാണ്. ഉച്ചയായപ്പോഴേക്കും കുറച്ചുകൂടി ഞങ്ങൾ അടുത്ത് വന്ന് കസേരയൊക്കെ ഇട്ട് ഇരുന്ന്. പിന്നെ ഞാൻ 2 വീക്സ് ഉണ്ടായിരുന്നു സിനിമയിൽ. 2 ആഴ്ച ഞങ്ങൾ ഭയങ്കര സൗഹൃദമായി. ഇപ്പോഴും സൗഹൃദമാണ്. സാറ് ഇടയ്ക്ക് എറണാകുളത്ത് വരുമ്പോൾ വിളിക്കും, എവിടെയുണ്ട്, വരണ്ട വാ എന്നൊക്കെ പറഞ്ഞിട്ട് വരും ഡബിന്റെ പരിപാടിയിലൊക്കെ. അപ്പൊ നമ്മൾ ചോദിച്ചു തുടങ്ങി, സാർ ആ പടം ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ള. അത് ഭയങ്കര കൂളാണ്, ഭയങ്കര സിമ്പിള്, ജെന്റിൽമാൻ, നല്ല ഫ്രണ്ടാണ്. നമ്മളൊക്കെ ഒരുപാട് സീനിയർ ആണെങ്കിലും ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻ ആണെങ്കിലും ഭയങ്കര സിമ്പിൾ. നമ്മളൊക്കെ ഗൈഡൻസ് വേണമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് മടിക്കാതെ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാർ അതപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരും. പിന്നെ എന്താ ആദ്യം എനിക്കൊക്കെ ഞാൻ സെറ്റിൽ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സാറ് ഒരു സൈലൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തം സെറ്റ് സൈലന്റ് ആയിരിക്കും. അങ്ങനെ ഒരു പക്ഷെ ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ പോകെ പിന്നെ സാറിനോട് സംസാരിക്കുമ്പോൾ പിന്നെ സാറ്
മറ്റേ കൊച്ചു കുട്ടിയാണെന്ന് അറിയില്ലേ. പിന്നെ എനിക്ക് മനസ്സിലായാലും ഭയങ്കര ഹ്യൂമർ സെൻസാ. അതെ. അയ്യോ ഞങ്ങൾ തമ്മിൽ വെറുതെ നോക്കി തന്നെ ചിരിച്ചോളൂ. സീരിയസ്ലി ഞങ്ങൾ അങ്ങനെ കണക്ഷൻ ഉണ്ട്. ഇന്നലെ ഞാൻ വന്നപ്പോൾ സാറോടെ ഉണ്ട്. ഞാൻ വന്നപ്പോൾ സാറേ ഗുഡ് മോർണിംഗ്, സാറ് ഒരു ചിരി ഞാൻ ഒരു ചിരി. അപ്പൊ അങ്ങനെ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള വേറെ അദ്ദേഹം ഇപ്പം ലാലേട്ടനും മമ്മൂക്കനൊക്കെ ചെയ്ത ഷോർട്സുകള് അത് വേറെ അത് നമുക്ക് തന്നെ നമുക്കും തരാം. അദ്ദേഹം എത്ര വലിയ ക്യാമറമാനാണ്, അതൊക്കെ എന്തിനാ ഷോട്ട് കൊടുക്കുന്നത്? അതിന്റെ ആ ബിൽഡപ്പ് ചെയ്തെടുക്കുന്ന നമ്മളെ ബിൽഡപ്പ് ചെയ്യണം, നമ്മള് വളർന്നു വരണം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ വരണം, എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് ഇന്ന ആള് വലിപ്പ ചെറുപ്പം ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു നേട്ടമായിട്ടാണ് ഒരു നല്ലൊരു നേട്ടം തന്നെയാണ്. സസ്പെൻസ്, ഫാമിലി, ഫ്രണ്ട്ഷിപ്പ്, ഇമോഷൻസ് എല്ലാം ഉണ്ട് കേസ് ഡയറിയിൽ എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഒരാളെ വിട്ട് ബിജുക്കുട്ടൻ ചേട്ടൻ്റെ അങ്ങനെ ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്, നമ്മുടെ കിച്ചു ടെല്ലസ് ഉണ്ട്, അമീർ നിയാസ് ഉണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഓണം റിലീസിന് തൊട്ട് മുമ്പായിരിക്കില്ല, ഓണം റിലീസുകളിലേക്കാളും മുമ്പ്. 21 ഓഗസ്റ്റ് 21. ഓക്കെ, അപ്പോൾ ബോർഡ് കാണുന്നില്ലേ? ബോർഡ് തീർച്ചയായും കാണാം. ഞാൻ ഉദ്ദേശിച്ചതല്ല. ഓഗസ്റ്റ് 25 to 29 കുറെ ഓണം റിലീസുകളുണ്ട്. ഇപ്പൊ ഹൃദയപൂർവ്വം, ഓടുംകുതിര, ചാടുംകുതിര, ആ ഒരു മത്സരത്തിലേക്കല്ലല്ലോ, അതിനൊക്കെ ഒരു നമ്മുടെ പടം എങ്ങനെയെങ്കിലും ന്യൂട്രലിൽ പോയി നന്നായിട്ട് വരിക എന്നുള്ളത്. നമ്മൾ ആരോടും മത്സരിക്കാനില്ല. നമ്മള് ജോലി ചെയ്ത് സംഭവം ഔട്ട് വന്നിട്ട് നന്നായിട്ട് വരിക എന്നുള്ളത്. അല്ല ഒരു സിനിമയും ഒരു മറ്റു സിനിമയായിട്ട് മത്സരിക്കുന്നില്ലല്ലോ. ഹൃദയപൂർവ്വവും ഓടുമുദ്ര ചാണകത്തിനും മത്സരമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരായിട്ടാണ് ഓരോ സിനിമ മത്സരിക്കുന്നത്. ഇതിൽ ആര് ജയിക്കുന്നു? നല്ല സിനിമയാണെങ്കിൽ സിനിമ ജയിച്ചു. അല്ല, നല്ല സിനിമ മീൻസ് ഓഡിയൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സിനിമ ജയിച്ചു, ഓഡിയൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സിനിമ പരാജയപ്പെട്ടു. അല്ലാതെ രണ്ട് സിനിമകൾ തമ്മിൽ മത്സരിക്കുന്ന പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ.